ഹായ്, വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ. അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിലെ ഒരു പ്രത്യേക ദിവസമാണ്. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ആ ഹാപ്പിനെസ്സിലൂടെ, അതായത് ഈ ഹാപ്പിനെസ് നമ്മൾ ഇന്നലെയാണ് അറിയുന്നത്. അതിൻ്റെ പിറ്റേ ദിവസം രാവിലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ രാവിലെ എണീച്ചു, നമ്മൾ ആ സന്തോഷ വാർത്ത കേട്ടതിൻ്റെ ഹാപ്പിനെസ്സിൽ എണീച്ച് കുളിച്ച് വിളക്ക് കത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ തലേദിവസം നമ്മളോട് വിളിച്ച് കുഞ്ഞൻ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കൺഫേം ആക്കണമെങ്കിൽ കുഞ്ഞിന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഇങ്ങനെ PCOD കാര്യങ്ങൾ അവൾ പറഞ്ഞിരുന്നു. അവൾക്ക് ഉള്ളത് കൊണ്ട് അവൾ 2 പ്രാവശ്യത്തിൽ പോസിറ്റീവ് കാണിച്ചിട്ട് പിന്നെ എന്തോ ദാവ ചെയ്തു. അപ്പോൾ അവൾക്ക് ഇത് പോസിറ്റീവായിട്ട് അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ലാബിൽ ഇതൊക്കെ ചെയ്തിട്ടും അവൾക്ക് സ്വയം വിശ്വസിക്കാൻ പറ്റാതെ പറഞ്ഞു, അമ്മ നമുക്ക് ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഒന്നുകൂടി കൺഫേം ചെയ്യാൻ. അപ്പോൾ ഓക്കെ, അങ്ങനെയുള്ള പിറ്റേ ദിവസം അന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റൽ സൈമറിലേക്ക് വിളിച്ചു. പിറ്റേ ദിവസത്തേക്ക് നമ്മൾ ബുക്ക് ചെയ്തു അല്ലേ. ഡോക്ടർ ഡോക്ടർ അതുല്യനെയാണ് കേട്ടോ. നമ്മുടെ പൊന്നൂനെ കാണിക്കുന്ന സെയിം ഡോക്ടറെ തന്നെയാണ് കുഞ്ഞിനെയും കാണിക്കുന്നത്. നമ്മൾ ഭയങ്കര ഹാപ്പി. ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ട്, അത് പണ്ട് എനിക്ക് എപ്പോഴും ഒരു തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, പൊന്നേച്ചി ഇനി അടുത്ത വിശേഷം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ എന്തോ പറയുമ്പോൾ ഒരു പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ദൈവം അനുഗ്രഹിച്ചു. അതൊരു ദൈവാനുഗ്രഹമാണ് ഞാൻ പറഞ്ഞിട്ട്. ഒരു കുഞ്ഞു മക്കൾ വീട്ടിലുണ്ടാവുക എന്ന് പറഞ്ഞാലേ അത് നിസ്സാരൊരു കാര്യമല്ല. അത് നമുക്കില്ല. അയ്യപ്പൻ, അതായത് അവൻ്റെ ആ ഒരു വിളി അത് കേട്ടവർക്ക് മാത്രമേ അതിൻ്റെ ഒരു ഫീൽ അറിയുള്ളൂ. നമ്മളൊരിക്കലും പറഞ്ഞു കൊടുത്തിട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അതിനായിട്ട് കാർ ഓടിച്ചെനിക്ക് അതിനായിട്ട് ഫ്രണ്ടിലിരിക്കുന്നത് നമ്മളപ്പോൾ ഇനി കുഞ്ഞിനും കൂടി ഉണ്ണിണ്ടായി നമ്മൾ ഹാപ്പി ആയില്ല അതിനായിട്ടാന്ന് പറഞ്ഞ. പക്ഷെ അവൻ ബാക്ക് ചെയ്തിട്ട് എൻ്റെ അയ്യപ്പ എൻ്റെ കുഞ്ഞേച്ചിക്കും കൂടെ ഒരു ഉണ്ണീനെ കൊടുക്കണേ അതാണ് വിളിക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ വലിയൊരു അയ്യപ്പ ഭക്തനാണ് കേട്ടോ. അച്ഛനാരായണക്കാരൻ വലിയൊരു ഗുരുസ്വാമി അയ്യപ്പ ഭക്തൻ കൂടെയാണ്. എത്ര പ്രാവശ്യം അച്ഛൻ ശബരിമലയ്ക്ക് പോയിണ്ടാവും. അച്ഛന് തന്നെ കണക്കുണ്ടാവില്ല. എന്ന് വെച്ചാൽ എല്ലാ വർഷം പോണ അല്ലാണ്ട് എല്ലാ മലയാള മാസം 1-ാം തീയതി അച്ഛൻ ഒരു 3-4-5 വർഷം മുന്നേ അടക്കം എല്ലാ മലയാള മാസം 1-ാം തീയതി അച്ഛൻ ശബരിമലയ്ക്ക് പോയത്. അപ്പോൾ മാസം പോകുമ്പോൾ നമുക്ക് കണക്ക് കിട്ടില്ല. അപ്പോൾ വർഷത്തിലൊരിക്കൽ കെട്ട് നിറച്ച് പോക്കും എല്ലാം അങ്ങനെ എല്ലാം ചെയ്യുന്ന ആളായിരുന്നു അച്ഛൻ. എത്രയോ ദിവസം അവിടെ പോയിരുന്നുണ്ട് അല്ലേ. 41 ദിവസം ശബരിമലയിൽ പോയിരുന്നുണ്ട്. ഞാനൊക്കെ എന്നെക്കാളും മുന്നേ കേട്ടോ. അതിനോട്ടൊക്കെ ചെറുപ്പത്തിലാ തോന്നുന്നു. പറഞ്ഞു കേട്ടില്ലാണ് അതിനേട്ടാ വിശേഷം. നല്ല വിശേഷം. മൊത്തം ഹാപ്പി ഉള്ളൊരു ദിവസം അല്ലേ. മൊത്തത്തിലൊരു ഹാപ്പിനെസ്. അത് ദൈവം എല്ലാം കൊണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് നമുക്ക് പ്രാർത്ഥിക്കാൻ എല്ലാത്തിനും എളുപ്പം ദൈവത്തെ വിളിക്കുന്നുണ്ട്. ദൈവം നമ്മളെ കൈവിടില്ല എന്നുള്ള വിശ്വാസത്തോട് കൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ കുണക്കൻ ചെണ്ട പഠിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് എന്തായാലും ഒറ്റയ്ക്ക് പോയി. 4 മണി കെട്ടിയില്ല. ഇന്ന് 2 മണിയിൽ നമ്മൾ പോയിക്കണ് ചെണ്ടോട്ട്. അനിയൻ്റെ കാറ് സർവീസിൻ്റെ ടൈമായി. കുറേ നാളെ കൊടുക്കാണ്ട്. അപ്പോൾ സർവീസിൽ കൊടുത്തേക്ക. അപ്പോൾ കുറേ പണി, ബ്രേക്ക്, പിന്നെന്താ ക്ലച്ച് കുഴപ്പമില്ല എന്നാ. അന്നേരം അയാൾ പറഞ്ഞല്ലോ കുഴപ്പമില്ല എന്നാ. സനീഷ് പറഞ്ഞല്ലേ. പിന്നെന്താ ഇപ്പൊ പണി? എത്ര രൂപയുടെ ഓയിൽ മാറ്റണം, AC-യുടെ ഫിൽറ്റർ മാറ്റണം, പണികളൊക്കെ ആകുമ്പോ തട്ടിമുട്ടി അലൈൻമെന്റ് നോക്കണം. അപ്പൊ വണ്ടി ഇന്നലെ ഉച്ചയ്ക്ക് കൊണ്ട്, അപ്പൊ ഇന്ന് കിട്ടുള്ള വണ്ടി. അപ്പോൾ ഷേബി വന്നിട്ട് ഉണ്ടാക്കി. എന്ന് വെച്ചാൽ നമുക്ക് എന്നാൽ അത് ചെയ്തുകൂടെ എന്ന് വെച്ചാൽ നമുക്ക് എന്നും ഷെബിന് രാവിലെ എണിച്ച് നമ്മുടെ വീട്ടിലിരുന്ന് ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എണിച്ചിട്ട് ഉണ്ടാക്കും. ആരും പഠിക്കുമോ? എന്നാൽ ഞാൻ സ്കൂട്ടി എങ്ങനെയാണ് കടം മേടിച്ചിട്ട് ഓടിക്കുമോ? പേടിയ എന്ത് ചെയ്യും? ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടി മേടിക്കാം. അയ്യോ, ഒരിക്കൽ ഓടിച്ചെന്റെ പോപ്പം എനിക്ക് മാറിയിട്ടില്ല കേട്ടോ. ആ ഉണ്ണിയുടെ വീട്ടിൽ പോയിട്ട് ആരുടെ ഷാജിയുടെ വണ്ടി തോന്നുന്നു കുതിച്ച് കുതിര ചേർന്ന പോലെ ഓടി ചാടിയത്. പിന്നെ പ്രാവശ്യം ഓട്ടോറിക്ഷ കൊണ്ട് എവിടെ പോയി വീടുന്നുണ്ട്. എവിടെ? അയ്യമ്പറമ്പ് ആ കുണ്ടിലേക്ക് കൊണ്ടിട്ട്
ഭാര്യയുടെ സൗന്ദര്യം കണ്ടു വന്നതാണ്. ഓട്സ് പുട്ടാട്ടോ, കുഴക്കെളുപ്പല്ല ഓട്സ് പുട്ട്. എത്ര കുഴച്ചാലും ഒരു മയക്കല്ലാത്ത ജാതി. ഞാൻ പാട്ട് പാട്ട് മയക്കേണ്ടി വരും. എനിക്ക് ഇഷ്ടമായിരുന്നു. നിങ്ങളെല്ലാം ഇന്നലത്തെ ഓട്സ് പുട്ടാൻ എനിക്ക് ഇഷ്ടമായില്ല. എനിക്ക് ഇഷ്ടമായിരുന്നല്ലോ. അതിപ്പോ വളർത്തച്ഛന്റെ സ്വന്തം അച്ഛൻ നമ്മൾ മാറ്റിണ്ടൊക്കെ. നമ്മളിവിടെ മാതാശ്രീ കുഞ്ഞിത്തേട്ട അമ്മയെടുത്തിന്നൊക്കെ നമ്മള് സംസാരത്തിലിങ്ങനെ അമ്മേനെ ശരി ഇടയ്ക്ക് അങ്ങനെ പറയട്ടെ. കുഞ്ഞിത്തേട്ടൻ നാട്ടിൽ വിളിക്കണ രീതിയാ അമ്മയെടുത്തി അമ്മേനെ. അപ്പൊ ഞങ്ങള് തമാശ എന്താ ഏട്ടാ അമ്മയെടുത്തിന്റെ അവസ്ഥ അല്ലേ? നമ്മളിങ്ങനെ ഞങ്ങളിങ്ങനെ പറഞ്ഞ അമ്മ അല്ലെങ്കിൽ എന്ത് പറഞ്ഞ മമ്മി എന്ത് ചെയ്യണ്ടാണോ അല്ലെങ്കിൽ മാതാശ്രീയുടെ അവസ്ഥ എന്താണാവോ എന്നൊക്കെ ഇങ്ങനെ പറയണ. അപ്പൊ അതൊക്കെ നമുക്കൊരു ഓർമ്മകൾ മാത്രമായി. ആലോചിക്കുമ്പോ ഭയങ്കര ഒരു നിരാശയായിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇത്ര വർഷം അവരെ കണ്ടോണ്ടായിരിക്കാം. ഇത്ര വർഷമായിട്ട് ഞാൻ പറഞ്ഞല്ലേ, നമ്മളൊരു ദിവസം പോലും അവരെ കാണാത്തതില്ല. നമ്മൾ തൊട്ടടുത്തായ കാരണം നമ്മൾ അകലാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളിങ്ങനെ തൊട്ടടുത്ത ഒരു ദിവസം പോലും കാണാത്തില്ലാത്തതുകൊണ്ടാവും നമുക്കിങ്ങനെ ചില സമയങ്ങളിൽ ബുദ്ധിമുട്ട്. നമ്മളിപ്പോ ഓട്ടോമാറ്റിക് കാർ കൊണ്ടുവരുമ്പോ ഓട്ടോമാറ്റിക് നമ്മുടെ കണ്ണങ്ങോട്ട് പോവും. എത്ര വർഷം നോക്കിയിട്ടുള്ള ആളാ. 5 നേരം ചോറ് തരുന്ന ആളാ. തീർച്ചയായിട്ടും 5 നേരം 6 നേരമൊക്കെ തന്നു. എന്തായി അമ്മ എവിടെ നിന്ന് കേക്കണ്ട? 5-6 നേരം ചോറ് കൊടുത്തിട്ട് ഇപ്പൊ മോനെ ഒരു നേരം പോലും ചോറ് കൊടുത്ത അമ്മ 5-6 നേരം ചോറ് കൊടുക്കും. ഇപ്പൊ എന്നോട് കുറച്ചായിട്ട് കുറച്ചാലായിട്ട് എന്നെ ചോറ് തീറ്റ കുറവല്ലായിരുന്നു. ഞാൻ ഡയറ്റോടൊപ്പം എൻ്റെ കൂടെ തുടങ്ങിയില്ല. അപ്പം അമ്മയ്ക്ക് മോൻ ചോറിന് വലിയ അമ്മ ചോറുണ്ടല്ലേ, ചോറ് വേണ്ട വെച്ചിട്ട് എന്തെങ്കിലും പുട്ട എന്തെങ്കിലും കഴിക്കുക വെച്ചിട്ടാന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ 6 നേരം ചോറുണ്ടായിരുന്ന മോനപ്പം എൻ്റെ മോൻ ഒരു നേരം പോലും നീ ഭക്ഷണം കൊടുക്കാണ്ടായിരുന്നു. നമ്മുടെ വിഷമായിരുന്നു. എന്താ ചെയ്യാ, ആഗ്രഹമില്ല ചിന്തിക്കമ്മ. ആഗ്രഹമില്ല എന്നിട്ടല്ല അമ്മ എനിക്കും ചോറിനൊന്നും ആഗ്രഹം. എനിക്ക് പെറ്റല്ലേ. ആദ്യം ചോറും കഞ്ഞിയും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പനി വന്നാൽ പോലും കഞ്ഞി കുടിക്കാത്ത ഒരു ആളായിരുന്നു. ഇപ്പൊ കഞ്ഞി കിട്ടാൻ വേണ്ടി കൊതിക്കുക. പ്രത്യേകിച്ച് പള്ളിയിലെ കഞ്ഞി മുതിർപ്പേരും എന്നാൽ അനിയെ കൊടുത്തിട്ട് കുറച്ച് തന്നു കേട്ടോ. അപ്പൊ അതിന്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് വായിക്കും. റൈജോട് ചോദിച്ചിട്ടുണ്ട് പള്ളിയിൽ നിന്ന് കുറച്ച് കഞ്ഞി മുതിർപ്പേര് കിട്ടുമെന്ന്. നമുക്ക് 2 കോഴിമുട്ട പുഴുങ്ങാം. ഓക്കെ, 1 കഷ്ണം മുട്ടും 1 കഷ്ണം മുട്ടും 2 കോഴിമുട്ട പുഴുങ്ങി. ഓക്കെ, അല്ല ഒന്നാ ഞാൻ ഒന്നിനും 2 മുട്ടാണ് പുള്ളി. 1 കഷ്ണം മുട്ട് 2 കോഴിമുട്ട വേണ്ടത് ചോദിച്ചല്ലേ. നിരാശ എന്നാ നേട്ടിട്ട് തല്ലി പൊടിച്ച് കുറച്ച് നാള് കഴിച്ചില്ലെങ്കിൽ കുറേശ്ശെ ചോറും തുടങ്ങാം. ഓക്കെ, പിന്നെ എല്ലാ അമ്പലങ്ങളിലേക്കൊക്കെ പോകുമ്പോ നമുക്ക് കൃഷ്ണമായ അമ്പലം അങ്ങനെയൊക്കെ പോകുമ്പോ കുറച്ച് നേരത്തെ ഇറങ്ങണമെങ്കിൽ വില്ലേജിന്റെ കാര്യം കുറച്ച് നേരത്തെ ഇറങ്ങിയില്ലേ നമുക്ക് കൃഷ്ണയുടെ അമ്പലം പോയിട്ട് അങ്ങനെ നേരെ മറ്റടുത്ത് പോകാം. ചോറിട്ട് നമുക്ക് തൃശ്ശൂർ പോകേണ്ട കാര്യമുണ്ട്.
അപ്പം ചോദിക്കും നിങ്ങൾക്ക് എന്നും തൃശ്ശൂർ പോക്കാണോ പക്ഷെ പോകേണ്ട കാര്യം വന്നു കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് ദിവസം തൃശ്ശൂർക്കൊന്നും പോകണ്ടെന്ന് വെച്ചിരുന്നോരാ, ഇനി 29 തീയതി പോകണ്ടോന്ന് വെച്ചിരുന്നോരാ. പക്ഷെ ഇന്ന് തൃശ്ശൂർ പോകണം, എന്താ വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഒരു സന്തോഷം കൂടി ഉണ്ടാവുമ്പോൾ നമ്മൾ വേണ്ട അല്ലേ. അച്ഛനെ പറ്റിയിട്ട് പറഞ്ഞു തരുമ്പോഴേക്കാണ് നമ്മൾ ഡബ് ചെയ്യുന്നത് അവിടെ നിർത്തി വിടുന്നതാണ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ ഈ കുടിക്കുന്നത് നമ്മുടെ ലിവറിൻ്റെ കണ്ടീഷൻ ഓക്കെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ബീട്രൂട്ട്, ക്യാരറ്റ്, നെല്ലിക്ക കൂടി ജ്യൂസ് അടിച്ചിട്ട് രാവിലെ നമ്മൾ അടിച്ച് പേസ്റ്റ് രൂപമായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് രാവിലെ ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കൂട്ടോ. അതാണ് കേട്ടോ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുനാരങ്ങ കൂടി വേണം, നമ്മുടെ ഇത് തീർന്ന കാരണം കേട്ടോ. അപ്പോൾ എൻ്റെ അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞ പോലെ ഗുരുസ്വാമിയും കൂടിയാണ് അച്ഛൻ. എത്ര 40-45 ശബരിമലയിൽ പോയിരുന്നു. അപ്പോൾ എത്ര പ്രാവശ്യം അച്ഛൻ ലൈഫിൽ അല്ല. അപ്പം ഇന്ന് നമുക്ക് കുറേ ദിവസമായിട്ട് പുണിക്ക് ചട്ടിച്ചോറ് ചോദിക്കുന്നു. ഞങ്ങൾ ഈ ചോറിനകത്ത് നമ്മൾ ചോറ് വെക്കൽ കുറവാണ്, വെച്ചിട്ടും ചിലവാവണില്ല. പുണ്ണുകൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി, ദോശ ഇഡ്ഡലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കട്ടെ. അവർക്ക് ചട്ടിച്ചോറാണെങ്കിൽ മാത്രം വേണ്ടി. അപ്പോൾ ഇന്ന് ചട്ടിച്ചോറാട്ടോ. ആ ചട്ടി പുതിയത് മേടിക്കും വേണേ, പഴയ ചട്ടിയുടെ ഒന്നുമില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ചട്ടിച്ചോറിന് വേണ്ടിയിട്ട് ഇന്ന് ഒരു പൊതിച്ചോറും കൂടി ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ചട്ടിച്ചോറും പുണിക്ക് ചട്ടി കൊടുക്കാം, ബാക്കിയുള്ളവർക്ക് പൊതി. അപ്പോൾ ആദ്യം എന്താ ചെയ്യുക, നമ്മൾ ആദ്യം ചായ കുടിക്കുക. നമുക്ക് ബാക്കിയുള്ളവരുള്ള സത്യം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പോരെ. എന്തായിട്ട് നമ്മൾ വിശപ്പൊക്കെ കൺട്രോൾ ചെയ്യണ്ടേ. ലൈഫിൽ പോയിണ്ടെന്ന് നമുക്കറിയില്ല, 10 പ്രാവശ്യം ഉണ്ട്. അപ്പോൾ ആ അയ്യപ്പൻ ഭക്തൻ്റെ ഒരു പേരക്കുട്ടിക്ക് ആ ഒരു അയ്യപ്പൻ്റെ വിളി അല്ലേ, അത് ഞങ്ങൾക്കൊരു നിസ്സാരമായിട്ടല്ല കേട്ടോ. അവൻ്റെ ആ ഒരു വിളി, അച്ഛൻ വിളിക്കുന്ന ഒരു ഫീലാണ് ഞങ്ങൾക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും അച്ഛൻ്റെ ആ ഒരു അനുഗ്രഹം ചിലപ്പോൾ അവനുണ്ടാവുമായിരിക്കും, പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഇന്ന് പറഞ്ഞില്ലേ, ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഞാൻ വെച്ച് കുഞ്ഞെ കുറേ 2-3 ദിവസമായി ചോറിട്ട് വെച്ചാൽ വർക്കും കാര്യങ്ങളൊക്കെ ആണ്. ഒരു പുറത്ത് പോടാനും അവർക്ക് ചോറല്ല, ഒരു ദോശയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞങ്ങനെ നമ്മൾ കുറച്ച് ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല, കുറച്ച് തട്ടുമുട്ടിട്ട്. അപ്പോൾ ഇലയിൽ പൊതിഞ്ഞ് പിടിക്കട്ടെ വെച്ചപ്പോൾ അമ്മ ചോറ് പിടിച്ചോ, അവസാനം മീൻ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ തരി മീൻകാരി മീൻ വറക്കാൻ വെച്ചു. അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു പൊന്നോ മീൻ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, ഉള്ളത് മതി അമ്മ, വേണ്ട കുറേ അങ്ങനെയൊന്നും വേണ്ടുള്ളത് മതിയാണ്. അപ്പോൾ അച്ഛൻ്റെ ഇഷ്ടം അച്ചിങ്ങയാണ് കേട്ടോ. ഇതാണ് അവർ ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങളിപ്പോൾ ഇത് അച്ചിങ്ങ എന്ന് പറഞ്ഞു തുടങ്ങി. നമ്മുടെ നാട്ടിലെ പച്ചപ്പയർ അച്ചിങ്ങ അച്ഛന് ഈ ഉപ്പേരി ഇഷ്ടം. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു ഉപ്പേരി ഉണ്ടാക്കി. പിന്നെ ബീട്രൂട്ട് ഗർഭിണികൾക്ക് ഓൾറെഡി നല്ലതാണല്ലോ. ബീട്രൂട്ട് എപ്പോഴും ഗർഭിണികളെന്നല്ല എല്ലാവർക്കും നല്ലതാണ്, ബ്ലഡും കാര്യങ്ങളൊക്കെ വെക്കാൻ നല്ലതാണ്. അപ്പോൾ ഈ ബീട്രൂട്ട് ഉപ്പേരി വെച്ചാൽ കുണുക്കിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കുണുക്കിനൊക്കെ ശരിക്കും ബീട്രൂട്ട് ഉപ്പേരി ചോറുണ്ട്, കാർത്തു ബീട്രൂട്ട് ഉപ്പേരി നാട്ടൊന്ന് തിന്നുണ്ട്. പക്ഷേ ബീട്രൂട്ട് ഉപ്പേരി വയ്ക്കുമ്പോൾ ചക്ക പോലെ അരിക്കരുത് കേട്ടോ, സെയിം ഇങ്ങനെ കുണുകുനാന്നല്ല. അപ്പോൾ ആ ബീട്രൂട്ടിൻ്റെ ഉപ്പേരിക്ക് വേറെ ടേസ്റ്റ്, അത് നല്ല ഫ്രഷായിട്ട് നല്ല മധുരമുള്ള ബീട്രൂട്ട് ഉണ്ട് കേട്ടോ, എന്നാലും അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മുടെ പയറുപ്പേരിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അതിനൊപ്പം ഞാൻ നിങ്ങൾ ചായക്കിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ അടുക്കളയിൽ ഉണ്ടാക്കുന്നതിനനുസരിച്ച് തൊട്ടിൽ ഇങ്ങനെ പാത്രം കുനുകുനാന്ന് കുഞ്ഞു കൂടും കേട്ടോ. അപ്പോൾ രാവിലേക്ക് ഞങ്ങൾക്ക് പുട്ടും കടലയാണ്, ഓട്സ് പുട്ടാണ് എനിക്ക് എല്ലാവരും കുണുക്കനും കുണിക്കും കാർത്തും ഉണ്ടാകുന്നോ, കാർത്തില്ല വന്നുള്ളൂ. അവർ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വരിക ചെയ്ത് കേട്ടോ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരിക്കലും അവർ എല്ലാം ഒരുമിച്ചല്ലേ. ചിക്കൻ കറി ഉണ്ടായിരുന്നു, തലേദിവസം മുളകിട്ട ചിക്കൻ കറി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കട്ടൻ ചായയൊക്കെ വെച്ചു. കുണുക്കിന് കുണുക്കിക്ക് കട്ടൻ ചായ കുറേശ്ശെ മധുരം ഇട്ടു, അതിന് വിത്തൗട്ട് കട്ടൻ ചായ എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. വിശന്നിട്ടോ ഏകദേശം രാത്രി ഒന്നും വലിയ കാര്യത്തിൽ ഇപ്പം ഈ ഡബ്ബയുടെ സമയത്തൊക്കെ വയർ കാണുന്നത് സത്യം ഒരു ഉരുള ചോറാണ് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത്. അങ്ങനെ നിങ്ങളൊരു 3-4-5 കോഴിമുട്ട പുഴുങ്ങാട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു കഷ്ണം ഓട്സ് പുട്ട് കഴിച്ചുകൊണ്ട് നമ്മുടെ വിശപ്പ് മാറില്ല. പിന്നെ അതിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീനും കാര്യം ഇല്ലെങ്കിൽ നമ്മുടെ പുഴുകടക്കം കൊഴിഞ്ഞു പോകും. ഡയറ്റും കാര്യം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഹെയറും നല്ല തൊണ്ട അടഞ്ഞിട്ടുണ്ട്. നമ്മുടെ തലയിലുള്ള ഹെയർ ആയാലും പുരുകയൊക്കെ കൊഴിഞ്ഞു കൂട്ടാം. അപ്പോൾ കോഴിമുട്ട കഴിച്ച് കഴിഞ്ഞാൽ മുടിക്കൊഴിച്ചിലൊക്കെ ഒന്ന് കുറവായിരിക്കും കേട്ടോ. അങ്ങനെ നല്ല ഓട്സ് പുട്ടും അരിപ്പുട്ടും കടലക്കറിയും ചിക്കൻ കറിയും കോഴിമുട്ട പുഴുങ്ങും നല്ല കട്ടൻ ചായയും പിന്നെ നല്ല ഫിൽറ്റർ വെള്ളം
കുട്ടി ഫുഡ് അടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കാർ കുണിക്കുമ്പോൾ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത ടി വിയിൽ ഇങ്ങനെ ഓരോന്നും ടി വി റിമോട്ട് വെച്ച് വേണ്ട. അത് കഴിഞ്ഞിട്ട് ചൂടിൻ്റെ ശക്തി കൊണ്ട് കുറച്ച് നേരം പോയി കിടക്കുമ്പോഴാണ് ഇവിടെ പൊന്നു വന്നത്. ഒന്ന് കണ്ണടഞ്ഞ് പോയിട്ട് അപ്പോഴേക്കും പൊന്നു വന്നു. പിന്നെ നമ്മൾ ഉച്ചത്തേക്കുള്ള പരിപാടി നമുക്ക് ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ തൃശ്ശൂർക്ക് പോകാനുണ്ട്. അപ്പോൾ ഈ പയറുപ്പേര് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ബീട്രൂട്ട് നന്നാക്കി കുഞ്ഞുനാന്ന് അരിഞ്ഞു കേട്ടോ. ഇത്ര എളുപ്പത്തിൽ ഒരു ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അത്ര എളുപ്പത്തിലാണ് ബീട്രൂട്ട് ഇങ്ങനെ തൊലി കളഞ്ഞ് കഴുകി കുഞ്ഞുനാന്ന് അരിഞ്ഞു. ആ ചോപ്പർ വേണം. സബോളയും 3-4 പച്ചമുളക് ഇട്ടു, അത് മരിച്ച് ഉപ്പിട്ടിട്ട് കറിവേപ്പില ഇട്ടിങ്ങനെ മൂടി വെച്ചു കുറച്ച് നേരം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഒരു തരി കടുക് കൂടി പൊട്ടിച്ച് മൂടി വെച്ചപ്പോൾ നമ്മുടെ ചെറിയ തീരിട്ട് ഒരു 10-15 മിനിറ്റ്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പേര് ശരി. പിന്നെ ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ കുട്ടിക്കാലത്ത് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ. കുട്ടിക്കാലത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറി ഇടയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുതലും പയറും വെച്ചിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ പയർ, ഉണക്കപ്പയർ ഇങ്ങനെ നമ്മളെടുത്ത് കഴുകാൻ കേട്ടോ. കഴുകുന്നേക്കാൾ മുന്നേ നമുക്കിങ്ങനെ ഒരു ചട്ടിയിലോ എന്തെങ്കിലും ഒക്കെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. റോസ്റ്റ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റോളം അത് ചൂടാറാൻ വെക്കണം. ചൂടാറിയതിൻ്റെ ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. അധികം നേരമായിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത് ഒന്ന് ഇങ്ങനെ പൊട്ടാനേ പാടുള്ളൂ. ഒരുപാടാണ് പൊടിഞ്ഞ് പോകരുതിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കറി. എൻ്റെ പേരിലുള്ള ആളാണ് ഇതിന്ന് കമൻറ്റ് ബോക്സിൽ നെഗറ്റീവ് ചെയ്യുന്നത്. ഒരു അനിലിൻ്റെ പേര്, അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് ID-യുടെ പേര് കേട്ടോ യൂട്യൂബിൽ. അപ്പോൾ പേരൊന്നുമല്ല. അപ്പം അനിലിനാണെങ്കിൽ ഇപ്പം അണ്ണുവേട്ടനായി. അപ്പം അവനെ സെയിം ഇതിൽ വിളിക്കാൻ പറ്റില്ല. 2 ആൾ ഒരേ പേരായി കഴിഞ്ഞാൽ അപ്പം ഞാൻ പുതിയ പേരാണ് കണ്ടുവച്ചത്. കീടാണു. കറക്റ്റ് അല്ലേ? സെറ്റല്ലേ? എൻ്റെ അണ്ണുവേട്ടൻ. ഓക്കെ, ഞാൻ സമ്മതിച്ചു. അപ്പം 2 അണ്ണുവേട്ടന്മാരായി ശരിയാണ്. അപ്പം താങ്കൾ തന്നെ കീടാണു എന്ന് വിളിക്കുക. എന്താ വെച്ചാൽ ഈ തരം ചെറിയ എനിക്ക് മറ്റേ ഭാഷയിൽ പറയാൻ അറിയാത്തവനാണ് ഞാൻ അണു എന്ന് പറയണത്. ഇങ്ങനെ വൈറസ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു വൈറസാണ് താങ്കൾ. എന്താ വെച്ചാൽ ചിലപ്പോൾ നല്ലൊരു ഫാമിലിയുടെ നല്ലൊരു ജീവിതം കാണുമ്പോൾ തോന്നണ ചെറിയ ചെറിയ കുനിറ്റുകളും കുശുമ്പുകളും സ്വാഭാവികം. കുറ്റം പറയാൻ പറ്റും. താങ്കളുടെ ജീവിതം ചിലപ്പോൾ എങ്ങനെയാണ് പോകുന്നത്, താങ്കളുടെ ഭാര്യ ചിലപ്പോൾ ഇയാളുടെ സ്വഭാവത്തിനാണ് താങ്കളുടെ ഭാര്യ താങ്കളുടെ കൂടെ ഉണ്ടാവാൻ യാതൊരു സാധ്യതയും കാണാനില്ല. കയ്യിരിപ്പ് ഇതല്ലേ, നല്ലതിന് നോക്കി പോയിണ്ടാവും. ഈ കീടാണുവിൻ്റെ കൂടെ ഇതാണ് ബാധ ബാധിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എനിക്ക് അങ്ങനെ തോന്നുന്നു അല്ലേ? കഴിക്കാണ്ടിരിക്കൊന്നുമില്ല. ഒരു അനിലിന്റെ പേര് ഇപ്പഴത്തെ ഏവറേജിൽ ഇപ്പഴത്തെ ഒരാൾക്കാർക്ക് ആ പേരില്ല. നിങ്ങൾ ആ കാലഘട്ടത്തിലുള്ള പേര് കഷണ്ടിക്ക് മരുന്നുണ്ട്. കുഞ്ഞിറ്റിന് മുന്നേക്ക് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഈ നമ്മുടെ നാട് പുരോഗമിക്കുന്നതാണ് ചിലപ്പോൾ വേറെ സാധ്യതയുണ്ട്. നല്ലൊരാളിലേക്ക് കിട്ടിയാൽ മതി. കുറച്ച് ഒന്ന് പല്ലിൻ്റെ എണ്ണം കുറഞ്ഞ് ചിലപ്പോൾ ഒന്ന് കുറയായിരിക്കും. അല്ല, ആ മാതിരി നെഗറ്റീവായിട്ട് നമുക്ക് കയറി ചൊറിഞ്ഞത്. അതുകൊണ്ടാണ് ഈ പറയണത്. ഞാൻ അറിഞ്ഞുകൊണ്ട് താങ്കൾക്കൊരു തെറ്റ് ഞാൻ എൻ്റെ ഫാമിലി ചെയ്താലും തോന്നുന്നില്ല. അതുകൊണ്ടാണ്. അപ്പം ഇന്ന് എന്തായാലും അയാൾ വിട്ട് നമുക്ക് കാര്യത്തിലേക്ക് ഇറക്കാം. മീനൊന്നും കിട്ടിയില്ല. മീൻ വന്നു പൊട്ടം. അപ്പോൾ ഈ നല്ല പയർ വറുത്തിട്ട് പൊടിക്ക് മിക്സിയിൽ അത് കറി വെക്കും കേട്ടോ. എൻ്റെ അമ്മ കറിയിട്ടാണ്. മുതിര കൊണ്ട് ചെയ്യും, പയർ കൊണ്ട് ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ മുതിര സേഫ് അല്ല. പൊന്നു വന്നുണ്ട്. പൊന്നില്ലെങ്കിൽ നമുക്ക് മുതിര വെച്ച് വയ്ക്കുന്നത്. പൊന്നുള്ള സ്ഥിതിക്ക് നമുക്ക് മുതിര വേണ്ടെന്ന് ഒന്നുകൂടി മുതിര എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ജാലിട്ട് ഒന്ന് കൃന്നടിക്കണം. അപ്പം അതിൻ്റെ തൊലി ഉണ്ടല്ലോ ചൂടാറിട്ട് അത് തൊലിയാണ് നമുക്ക് പോയി കിട്ടുന്നത്. അപ്പോൾ പയറ് ഇങ്ങനെ ചട്ടിയിലിട്ട് ഇങ്ങനെ കുട്ടിക്കാലത്ത് അമ്മ വറുത്ത ഞങ്ങൾ നടന്നില്ല. നമ്മുടെ ബീട്രൂട്ട് പേര് സെറ്റ്. നല്ല ബീട്രൂട്ടാണ്, നല്ല മധുരമുള്ള ബീട്രൂട്ടാ. ബീട്രൂട്ട് ക്യാരറ്റ് ഉപ്പേരി വയ്ക്കണമെങ്കിൽ നല്ല മധുരമുള്ളത് കിട്ടണം കേട്ടോ, അന്നേരം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ പയർ മിക്സി ഒന്ന് ചൂടാറിൻ്റെ ശേഷം മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ പൊടിച്ചെടുത്തത് നേരെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ കൊമ്പോറത്തിൽ ചേരില്ലേ, കൊമ്പോറല്ലേ കേട്ടോ, വട്ടോറ.
അപ്പോൾ എന്തോ ഒരു സാധനമായിട്ട് നമ്മൾ പണ്ടമ്മമാർ ചെയ്യും. അതുപോലെ നമ്മൾ ആ പ്ലേറ്റ് ഇട്ടിട്ട് ആ പൊടികളൊക്കെ ഊതി ഊതി അത് കളഞ്ഞിട്ട് എന്നിട്ട് അതൊരു 2 പ്രാവശ്യമൊക്കെ കഴുകി നമ്മൾ കുക്കറിൽ വെച്ചു. അതിലേക്ക് നമ്മൾക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില ഇതിട്ടിട്ട് ഒരു 3 വിസിൽ കേട്ടോ. അധികം വിസിലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു 3 വിസിലടിച്ചാൽ നമ്മുടെ പയർ വെന്തിട്ട് ഓൾറെഡി റോസ്റ്റ് ചെയ്ത ആ നേരത്താണ് ഇടയ്ക്ക് ഒരു ബുദ്ധി ഉദിച്ചത്. ഇന്നൊരു സന്തോഷ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു യാത്ര പോണത്. അപ്പോൾ ആ സന്തോഷ വാർത്ത അറിയുമ്പോൾ ഒരു മധുരം കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ കേട്ട വശം മധുരം കൊടുക്കണമെങ്കിൽ നമ്മൾ ബേക്കറിയിൽ നിന്ന് മേടിച്ച് വെച്ചൊന്നുമില്ല. ഞാൻ ചോദിച്ചു എത്ര കാശ് കൊടുത്ത് മേടിച്ചാലും നമ്മൾ നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കണതിൻ്റെ ആ ഒരു രുചി കിട്ടുക ചേട്ടാ. അത് പ്രത്യേകിച്ച് കുഞ്ഞിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു സാധനം. അരി ഉണ്ടാട്ടാ നല്ല അരി കൊണ്ടുള്ള ഉണ്ടയാട്ടോ. പിന്നെ ഒരു ചേട്ടൻ ആരും അറിഞ്ഞിരുന്നത് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഒരു കാണുന്നത് തന്നെ. ഒരു ഗ്ലാസ് അരി എടുത്തു, കഴുകി ആ പയർ വറുത്ത നോൺസ്റ്റിക്കിലിട്ടു, അരി വറുത്തെടുത്തു. പിന്നെ ആ വറുത്ത് മിക്സി ചൂടാറിയപ്പോൾ മിക്സിയിൽ ചാലക്കിയിട്ട് ഒന്ന് പൊടിച്ചു. അതിലേക്ക് തന്നെ ശർക്കര ഇട്ടു, അതിലേക്ക് തന്നെ നാളികേരം ഇട്ടു. ശർക്കര ജസ്റ്റ് ഒന്ന് ഇടിച്ചിട്ട് അതിലേക്കിട്ട് നാളികേരം ഇട്ടു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തു. മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്ത് അതിലേക്ക് നമ്മുടെ പ്ലേറ്റിലേക്ക് തട്ടിയപ്പോൾ നന്നായി കുഴച്ചിട്ട് അതിനെ ഉരുട്ടെടുത്തു. എങ്ങനെയുണ്ടായിരുന്നു കേട്ടോ അരിയുണ്ടാകും. കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ അതൊരു കൈപ്പുണ്യല്ലേ. നമ്മൾ എത്രയോ ഉണ്ടകൾ തിന്നിട്ട്, പക്ഷേ ഈ ഒരു അരിപ്പുണ്ടയുടെ ടേസ്റ്റ് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. ഇതിൽ ഞാൻ ഏലക്കായോ ഒരു സാധനങ്ങളും ഇടില്ല കേട്ടോ. എന്താ വെച്ചാൽ ഈ ഒരു അരിയുണ്ടയുടെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നല്ല വറുത്ത അരിയുടെയും നാളികേരത്തിൻ്റെ ശർക്കരയുടെ ഇനി ഇത് അണ്ടിപ്പിട്ടെന്ന് പറയും, അണ്ടിയുണ്ടാന്ന് പറയും. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന അണ്ടി ഉണ്ടല്ലോ അത് ചുട്ടിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്ത് കഴിഞ്ഞ് എൻ്റെ പൊന്നോ ഞാൻ ചോദിച്ചൊന്ന് അണ്ടിപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ പറയാലോ. അന്ന് നമ്മളെ കുണുക്കി ചൂഷ വിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് ഇന്നലെ സത്യം പറഞ്ഞാൽ ഒരു 1/2 ഗ്ലാസ്സിന് ഞാൻ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. കുണുക്കിക്കാൻ ഭയങ്കര ഇഷ്ടമായി ചെയ്തു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സന്തോഷ വാർത്തയ്ക്ക് വേണ്ടിയിട്ട് ഒരു 5 ഉണ്ടാക്കിയതാണ്. നമ്മുടെ വീട്ടിലൊരു ഗർഭിണിയില്ലേ, പഴയ പോലെ അല്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം എടുത്തിട്ട് ഗർഭിണിക്ക് നമ്മുടെ കുട്ടിപ്പട്ടാളത്തിനൊക്കെ കൊടുത്തതിന് ശേഷം ഒരു 4 ഞാൻ മാറ്റി വെച്ചിട്ട് എല്ലാവർക്കും ഷേപ്പിക്കൊക്കെ കൊടുത്തുട്ടാ. ആ കൊടുത്ത ഷേപ്പിക്ക് നമ്മുടെ പയറൊക്കെ വെന്തു വന്ന് മിക്സിയിൽ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ കറക്റ്റ് വേവും കേട്ടോ. 3 വിസിലടിച്ചപ്പോൾ ഒരു മുറി നാളികേരത്തിൽ ഒരു 3 ചുവന്നുള്ളി ഇട്ട് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തു, അത് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ നാളികേരം ചുവന്നുള്ളി മാത്രം മതിയിട്ട് വേറെ ഒന്നും വേണ്ട. വെള്ളം ഒഴിച്ച് അരയ്ക്കുക, ഈ കറിയിലേക്ക് കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ എരിവ് കുറവാന്ന് തോന്നുമ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടു. പിന്നെ നമ്മൾ കാച്ചി കടുകും വറ്റൽമുളകും കറിവേപ്പിലിട്ട് കാച്ചി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കേട്ടോ. വേറെ ഒന്നുമില്ല. ഈ കറി ഇഷ്ടമായി ചേട്ടാ, നല്ല ടേസ്റ്റ്. നമ്മൾ ഇന്നും കഴിക്കുന്ന കറിയേക്കാൾ ഭയങ്കര ഡിഫറൻറ്റ്. നമുക്ക് നാളെ മുതൽ എങ്ങനെ ഇട്ടിട്ട് വയ്ക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ പൊതിച്ചോറിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാണ്. നമ്മളിത് ഇല വാട്ടിയെടുത്തു. പൊതിയാൻ വേണ്ടിയിട്ട് ചോറൊക്കെ ഇട്ടു. നമ്മൾ ഈ ആദ്യം പയറുപ്പേരി, പിന്നെ കുറച്ച് ബീട്രൂട്ട് ഉപ്പേരി, നമ്മൾ ഒരു 3-4 ഇല പൊതിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അച്ചുവിനുള്ളതിൽ ബീട്രൂട്ട് ഉപ്പേരി ഇല്ല കേട്ടോ. അച്ചുവിന് പയറുപ്പേരി ഇഷ്ടം, ചമ്മന്തി ഇഷ്ടം, ഓംപ്ലേറ്റ് ഇഷ്ടം, ഉണക്കരി ഇഷ്ടം, അച്ചാർ ഇഷ്ടം കേട്ടോ. അച്ചുവിന് അങ്ങനെയാണ് പൊതിഞ്ഞത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഉണക്കമാന്തറും നല്ല അച്ചാറും മുട്ട ഓംപ്ലേറ്റും ഇതിങ്ങനെ പൊതിയിൽ കാണുമ്പോൾ നമ്മുടെ വയലൊക്കെ വെള്ളം ഊരും. കറി ഞാനൊരു പാത്രത്തിൽ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചോറൊക്കെ കൊണ്ടതിന് ശേഷം നേരെ നമ്മൾ സൈബറിലേക്ക് എത്തി. നമ്മുടെ ഹാപ്പി ന്യൂസ് അറിയാനുള്ള നിമിഷങ്ങളിലാണ് കേട്ടോ. ഞങ്ങളത് എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ആ വെയിറ്റിംഗ് റൂമിൽ ഞങ്ങൾ മാത്രം പോയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഉണ്ടായ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണ്ടേ. അമ്മ ഒരു കാര്യം കാണിച്ചേ നോക്കുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. വിളിക്ക് അടിച്ചേ ഞങ്ങള് രാവിലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ബ്ലഡും ടെസ്റ്റ് ചെയ്തു. മഞ്ഞ വരെയുണ്ടേ. ഞാനത് ആദ്യം പറഞ്ഞത്. ഞങ്ങള് രാവിലെ ബ്ലഡും ടെസ്റ്റ് ചെയ്തു. ഓയ് ഉണ്ണിണ്ടാവാൻ പോയാ നീ അങ്ങ
കാത്തു മാമി ചുണ്ണിണ്ടാൻ പറഞ്ഞ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പൊ കുറച്ച് ലെവൽ കുറവാ ഉണ്ട്, 50-ന് മേളിലുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഡോക്ടറെ കാണിച്ചിട്ട് ഞങ്ങളൊരു ഡോക്ടർക്ക് മെസ്സേജ് അയച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞ് പോസിറ്റീവ് ആണ്. ഹാപ്പി അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഞാൻ ആ ഒരു ഭാഗം കാണിച്ചിട്ട് അതായിരുന്നു തലേദിവസം കുഞ്ഞെ വിളിച്ച് പറഞ്ഞ സന്തോഷ വാർത്ത കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് കൺഫേം ആക്കാൻ വേണ്ടി നമ്മൾ സൈമറിൽ വന്ന് വെയിറ്റിംഗ് റൂമിൽ ഇരുന്ന് അത് കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഒരു കുഴപ്പമില്ല, അടിപൊളിയാണ് എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഡോക്ടറെ ഷെയർ ചെയ്ത് കിട്ടിയപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടാണ്. നമ്മൾ ഡോക്ടറെ പേരും തന്നെ കേട്ടോ, ഡോക്ടർ അതുല്യാണ് കേട്ടോ കാണിച്ചത്. അപ്പോൾ ഞാനും കുഞ്ഞിനെ അച്ഛൻ കൂടി ഡോക്ടറെ റൂമിൽ പോയി ഡോക്ടറെ കാണിച്ചു. അവളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഡോക്ടറോട് ഡോക്ടറിന് ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല, നമുക്ക് അടുത്ത മാസം 7-ാം തീയതി 8-ാം തീയതിയോടുകൂടി സ്കാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞ് അതിനെ കുഞ്ഞിനെ അറിയില്ല എന്നിട്ട് ഞാൻ പൊതിച്ചോറ് കൊണ്ടുവന്നാൽ ഇങ്ങനെ അവളുടെ ഫേവറേറ്റ് അരികൊണ്ട് ഉണ്ടാക്കിയത് അവൾക്ക് അറിയില്ലെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു കുഞ്ഞ് അമ്മ ബേക്കറിയിൽ നിന്നൊന്നും മേടിച്ചില്ല, ഇത് കൺഫേം ആവാത്തതിന് കറക്റ്റ് ഒന്നുകൂടി കൺഫേം ആവട്ടെ, നമ്മൾ അവൾക്ക് ടെൻഷൻ കൂടുതലുള്ളതാണ് കേട്ടോ. പൊന്നിൻ്റെ കാര്യമാണ് നമുക്ക് അങ്ങനെ ടെൻഷനില്ല, അങ്ങനത്തെ കുഞ്ഞിന് ഭയങ്കര ടെൻഷൻ കൂടുതലാണ്. അങ്ങനെ ഞങ്ങൾ ഈ അരി കൊണ്ട് അവിടുന്ന് ഞങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങളെല്ലാവരും അരി വെച്ചെടുത്തു. അപ്പോൾ കാർത്തും എല്ലാവരും ഞങ്ങളുടെ സന്തോഷം എന്താ വെച്ചാൽ കുഞ്ഞിനും അച്ഛനും വായിലാണ് മധുരമൊക്കെ വെച്ച് കൊടുത്തോട്ടോ. അതൊരു സന്തോഷമാണ്, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിട്ടോ. അത് നമുക്ക് അനുഭവിക്കുമ്പോൾ മാത്രം അറിയണ ഒരു കാര്യം. ഡോക്ടറോട് ഞാൻ ഡോക്ടറിന് 29-ാം തീയതി വരാണ്ട് ചോദിച്ചപ്പോൾ ഡോക്ടറിനോട് അല്ല 7-ാം തീയതി 8-ാം തീയതി സ്കാൻ ഞാൻ അല്ല പൊന്നിന് സ്കാനിങ്ങില്ലേ ശരി ആരെ രണ്ടിടത്തൊക്കെ എങ്ങനെയാകുമ്പോൾ മാനേജ് ചെയ്തു. അപ്പോൾ ഞാൻ 2 പിള്ളേർ എനിക്കൊണ്ട് ചേരട്ടെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. നല്ല സപ്പോർട്ടാണ് ഡോക്ടർ മാത്രമല്ല സൈമർ ഹോസ്പിറ്റൽ മൊത്തം നല്ല സപ്പോർട്ടാണ് കേട്ടോ. എനിക്ക് ഗർഭിണികൾക്ക് കാണിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റലാണ് കേട്ടോ സൈമർ. ഇത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നല്ല, നമുക്ക് തോന്നിയ ഒരു അനുഭവമാണ്. അന്ന് കാരണം ഒരാളെ കാണിച്ചിട്ട് നല്ലതാണ് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മൾ അടുത്ത ആളെയും അവിടെ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യമില്ലുള്ളൂ. അങ്ങനെ നമ്മൾ പറഞ്ഞു ഞാൻ ബേക്കറിയിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ അവർ പോവുക, അവർക്ക് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് ഡ്രസ്സ് അയൺ ചെയ്യാൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ കുഞ്ഞാൻ പോകുമ്പോൾ കുഞ്ഞാൻ ഒന്ന് മേടിച്ച് തരാണ്ട് പോയപ്പോൾ അമ്മയ്ക്ക് വിഷമമാണ്, അമ്മ മേടിച്ച് കൊണ്ടുവരുന്നത് ഇതുകൊണ്ടാണ്, മോളൊന്നുകൂടി ഓക്കെ ആവട്ടെ വെച്ചിട്ടാണ്. അങ്ങനെ ഹോട്ടലിൽ ഞാൻ പറഞ്ഞൊരു ബേക്കറി വരയ്ക്ക് അവർ വണ്ടിയിൽ പോവാട്ടോ, കുഞ്ഞിൻ്റെ വണ്ടിയിൽ കയറാണ്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഞാൻ കൊടുന്ന പൊതിച്ചോറും കറിയൊക്കെ നമ്മുടെ കുഞ്ഞിനോട് വണ്ടിയിൽ വെച്ച് കൊടുക്കണം. ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു കുഞ്ഞാൻ എവിടെയെങ്കിലും ഒഴിവുപോലെ നിർത്തിയിട്ട് കഴിച്ചാൽ. അപ്പം ഞാൻ കുഞ്ഞിന് അധികമൊന്നും ഇല്ല, കുഞ്ഞിന് ഒത്തും മതിയമ്മ 2 ദിവസമായി ചോറുണ്ടിട്ട് ചോറുണ്ടാവുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ ചമ്മന്തി ഉണ്ടാവുള്ളൂ ഒരു ചോറിന്, പക്ഷെ അത് എൻ്റെ കൈകൊണ്ട് എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അതവർ കഴിച്ചിട്ട് അവരിഷ്ടമായി എന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷമാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞ് പോകുമ്പോൾ ഞാൻ ഉമ്മ കൊടുക്കട്ടെ, ഞാൻ ശ്രദ്ധിച്ചോളോ, മുടി നോക്കിയോളോ, തലയിൽ എണ്ണ തേച്ചോളോ, തലയിൽ നന്നായി എണ്ണ തേച്ച് കുളിച്ചാലാണ് ഉണ്ണിക്ക് പാലുണ്ടാവുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞു കൊടുക്കട്ടെ എന്ന് വെച്ചാൽ അതിപ്പോഴോ ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോഴേ ശീലിക്കണം. നമ്മൾ ഓരോ കാര്യങ്ങൾ പിന്നേക്ക് വെച്ച് നമുക്ക് നടക്കുന്നതെന്ന് വെച്ചാൽ എപ്പോഴും പൊന്നായാലും കുഞ്ഞിനൊരു ഹെയറിൽ നിറച്ച് എണ്ണ വെച്ച് നടക്കുന്ന വ്യക്തികളല്ല ഞാനായാലും. അപ്പോൾ ഞാൻ ചെവി വള്ളി നല്ല മാതിരി തലയിൽ എണ്ണ തേച്ച് കുതിര നല്ല പിടിക്കണം നിലക്കിയിട്ട് ഒരു 1 മണിക്കൂർ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് തല ഷാമ്പൂ ഇട്ടിട്ട് കഴുകി കളയാന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ അവർ ചേരിച്ച് അങ്ങനെ 2 ഗർഭിണികളിൽ എന്ത് രസമല്ലേ. ഞങ്ങൾക്ക് ഞാൻ കുറച്ച് കാശിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞാൽ ബാക്കി ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങളുടെ ലൈഫിലല്ല ചേട്ടാ. നോക്കി നമ്മുടെ 2 പെൺകുട്ടികളും അവർ ഒരു കാത്തിരിപ്പിലാണ്, ഒരു അടുത്തൊരു ജനറേഷൻ അല്ലേ, നമ്മുടെ അടുത്ത തലമുറകളാണ് അവരെ വയറ്റിൽ എടുക്കുന്നത്. നമ്മുടെ എന്താ പറയുക കുഞ്ഞ പറഞ്ഞ പോലെ കുഞ്ഞിനൊരു ചമ്പനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ആദ്യത്തെ ആകുമ്പോൾ നമുക്കുണ്ടാവില്ല. അങ്ങനെ 2 ആളുടെ ഇടയിൽ നിന്നപ്പോൾ അതിനായിട്ട് പറയാം ഉണ്ണി കൂടി വയറായിട്ട് പിടിച്ചാൽ മതിയായിരുന്നു അല്ലേ, വെറുതെ വയറ് പിടിച്ചാൽ പോരാ, അത് അവരെക്കാൾ വയറ് എനിക്കുണ്ട് പിടിക്കുകയാണെങ്കിൽ. അങ്ങനെ ഞങ്ങളെല്ലാവരും സൈമറിന് നേരെ പോയത് എലറ്റ് ഹോസ്പിറ്റലാണ്. ഒരു ബേക്കറി ഉണ്ട് കേട്ടോ. ആ ഒരു ബേക്കറിയിൽ പോയിട്ട് കുഞ്ഞിന് എന്താ വേണ്ടതെന്ന് ചോദിക്കാനുണ്ട്. പിന്നെ ഒരുപാട് മധുരപലഹാരങ്ങൾ ഒരുപാട് സാധനം മേടിച്ച് കൊടുത്തിട്ട് കാലെന്ന് വെച്ചാൽ അവിടെ കഴിക്കാൻ ആരുമില്ല. ഇവർ 2 ആൾ മാത്രം. അച്ചു അത്ര മധുരം കഴിക്കുന്ന ആളല്ല, മധുരപ്രിയനല്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു നട്ട്സ് മേടിച്ചൊക്കെ കഴിച്ചിട്ടു. അപ്പോൾ കുഞ്ഞ് സമ്മതിക്കുന്നില്ല. 1700 രൂപയ്ക്ക് കിലോന് വില ഉണ്ടെന്നുകൊണ്ട് അമ്മ അത് മേടിക്കേണ്ട, അമ്മ എന്തിനാ കാശ് തരാക്കണം,
പോകണം അങ്ങനെയാണ് ഭയങ്കര ഗുസ്തി ചെയ്യുന്നുണ്ട്. മേടിക്കാണ്ട് കുറച്ചല്ലെങ്കിൽ ഞാൻ ഞങ്ങൾ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മൂപ്പർക്ക് അങ്ങനത്തെ ഭയങ്കര ഞങ്ങൾ മേടിച്ചുകൊണ്ട് അമ്മ കാശ് ചിലവാക്കണ്ടെന്നൊക്കെ ഞാൻ നമ്മുടെ ഉള്ളപ്പോൾ അമ്മ മേടിച്ചു തരാം. അച്ഛനും അമ്മയും ഞങ്ങൾ രണ്ടാളും ഉള്ളപ്പോഴാണ് ഞങ്ങൾക്ക് മേടിച്ച് തരാൻ പറ്റുള്ളൂ എന്ന് അങ്ങനെ ഞാനും അനിയനും കൂടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും അല്ലേ. പിന്നെ വേറെ ഒന്നും മേടിച്ചു കൊടുത്തില്ല കേട്ടോ. എന്ന് വെച്ചാൽ പൊന്നു ആവശ്യത്തിലേറെ ബേക്കറി ഐറ്റംസ് പൊന്നു മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അറിയിക്കണവരെന്നെ നിങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും നമ്മുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളുടെ സന്തോഷം നിങ്ങളെ അറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ചുമതലയാണ്. ഞങ്ങൾ ദുഃഖമായിട്ട് സന്തോഷമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അച്ചാച്ചനും അമ്മമ്മയും ആയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് ദൈവാനുഗ്രഹം തന്നെയാണ് കേട്ടോ നമ്മള്. അപ്പോൾ മുന്നേ വീഡിയോയില് കുഞ്ഞിനും പൊന്നിനും ഒരുപോലെ അതൊക്കെ വെച്ചുമ്മ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞിന് ഇപ്രാവശ്യം വിശേഷം അപ്പം ഞാൻ കുഞ്ഞിന് പറഞ്ഞു പൊന്നിച്ചിട്ട് നിനക്കുണ്ടാവും ഇപ്രാവശ്യം നോക്കിക്കോ അങ്ങനെ പറഞ്ഞൊന്നുമില്ലാണ്ട് ഇന്നലെ കുഞ്ഞെ വിളിച്ച് വീഡിയോയിലാണ് ഫോൺ വഴിയാണ് കുഞ്ഞിനെ ഞങ്ങൾക്ക് കാട്ടിയെന്ന് കേട്ടോ. യൂറിൻ ടെസ്റ്റ് ചെയ്ത് അത് കാണിച്ചത്, പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് കാട്ടിയെന്ന് അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. എന്നാലും നമ്മളിത് പുറത്തേക്ക് ഞങ്ങളും കുഞ്ഞിനും ആരും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവരല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. കുഞ്ഞിനൊരു ടെൻഷനായിരുന്നു. ഇത് ഉറപ്പിന് ചിലർ ഡോക്ടർ തന്നു ചിലപ്പോൾ ഇത് 2 പ്രാവശ്യം അവൾക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ 2 പേരൊക്കെ അങ്ങനെ കുറച്ച് കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അവൾക്ക് ടെൻഷൻ. ഡോക്ടർ കാണിച്ച് ഉറപ്പിച്ചതിന് ശേഷം പുറത്ത് പറയണുള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ ഇന്ന് പോയി സൈബറിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞിനെയും കാണിച്ചിട്ടുണ്ട്. ഡോക്ടർ അതുൽ തന്നെയാണ് ഇപ്രാവശ്യം ഞങ്ങൾ ചെന്നപ്പോൾ അവർ റൂമിലോണ്ട് ഞാൻ ഇരുത്തോട്ട് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ കൊണ്ടുവരുന്നപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയി കുട്ടിയോടെ ഞങ്ങൾ ഇപ്പോൾ ആൾക്കാർ കൂടുതലാണ് കിട്ടാറുണ്ട്. ഫാമിലി വലുതാവല്ലേ എന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഫാമിലി ഇനിയും വലുതാവാണ്. ഒരുപാട് ആൾക്കാർക്ക് വിഷമമുണ്ടായിരുന്നു. കുഞ്ഞിനും ആൾക്ക് വിശേഷമായിട്ട് കുഞ്ഞിനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. നമ്മളെല്ലാവരോടും പറയണം നമ്മുടെ കുഞ്ഞിനൊരു കുഞ്ഞുവാവ ഉണ്ടാവുകയാണ്. കുഞ്ഞിനൊരു കുഞ്ഞിത് എല്ലാവരുടെ പ്രാർത്ഥന കുഞ്ഞുവാവയ്ക്ക് വേണം, കുഞ്ഞിന്റെ കുഞ്ഞുവാവയ്ക്ക് വേണം, നിങ്ങളുടെ കുടുംബത്തിന് എല്ലാവർക്കും വേണ്ടി. ഞങ്ങളുടെ ഈ സന്തോഷം ഞങ്ങളെ പോലെ നിങ്ങളും ഒരുപാട് ആൾക്കാർ സന്തോഷിക്കുന്നവരുള്ളത് നമുക്ക് നല്ല ഉറപ്പാന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ നമ്മളോട് പറഞ്ഞാൽ കുഞ്ഞിനോട് വിശേഷം കിട്ടുന്നില്ല. ഞങ്ങളും അതുപോലെ ഒരുപാട് ആഗ്രഹിച്ചൊരു മുഹൂർത്തമാണ്. എല്ലാവരും ഒരു കുടുംബമായിട്ട് കാണുന്ന എല്ലാവർക്കും. അപ്പൊ കുഞ്ഞിന് നമ്മള് വയറ് മധുരം കൊടുക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. പക്ഷെ കുഞ്ഞിന് നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് കുഞ്ഞിനെ കാണുന്നത് തന്നെ. അവർക്ക് നാളെ ഒരു ഫംഗ്ഷനാണ് അവർ ഹോസ്പിറ്റലിൽ തന്നെ അങ്ങനെ പോയിട്ട്. അപ്പൊക്ക് പറയുമ്പോൾ പൊന്നിനെ അങ്ങനെ ചെയ്തില്ല, കുഞ്ഞിനെ ചെയ്തില്ല, അതൊന്നും പറയണ്ട. കുഞ്ഞിന് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കൈയോട് ഉണ്ടാക്കിയിട്ട് തന്നെയാണ് ഞാൻ കൊണ്ടത്. അത് വേറൊരു ഇതല്ല. നമ്മൾ ബേക്കറിയിൽ പക്ഷെ പൊന്നിന് നമ്മൾ പറഞ്ഞു നമ്മളെ പൊന്നു ഞാൻ ജാക്കറ്റ് അടിക്കാൻ കൊണ്ട് കൊടുക്കുമ്പോൾ സാരി അടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സാരി പൊന്നിൻ്റെ അടിക്കുന്നത് സെയിൽ ചെയ്യാൻ സാരികൾ. അപ്പം അതിനൊരു സാരി എടുക്കാൻ പോയപ്പോഴാണ് പൊന്നു പറയുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഉണ്ടാക്കാനുള്ള നേരത്തിൽ അപ്പം ഒരു ബേക്കറിയിൽ നിന്ന് മദർ കഴിച്ചത്. ഇത് കുഞ്ഞ് ഇന്നലെ സംശയം പറഞ്ഞു ഹോസ്പിറ്റലിൽ. അപ്പം ഞാൻ വന്നു ഡോക്ടറെ കാണിച്ച് ഉറപ്പായതിന് ശേഷമാണ് ഞാൻ അവർക്ക് കൊടുത്തത് തന്നെ. അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാനില്ല. ഉറപ്പായിട്ട് കൊടുക്കുമ്പോൾ അതൊരു സന്തോഷം വേറെയാണ്. ഒരു സെക്കൻഡ് കൊണ്ട് ആരുള്ള ആ സരി എടുത്തു. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം അരിയുണ്ട, ശർക്കര നാളികേരൊക്കെ ഇട്ടിട്ടുള്ള അരിയുണ്ട. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ തന്നെ പോയത്. അതേപോലെ അവൾക്ക് 2 ദിവസമൊക്കെ ആയിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾക്ക് ചോറുണ്ടാൻ പറ്റിയിട്ടാണ്. അപ്പം ഞാൻ ചെറിയ ചോറ് ഉണ്ടാക്കിക്കൊണ്ടേ ഞാൻ മീൻ കിട്ടുമെന്ന് വെച്ചു. മീനൊന്നും കിട്ടിയില്ല. ബീട്രൂട്ട് പേരും പയർപ്പേരും ചമ്മന്തി മുട്ടമ്പഴേക്കും മുളപ്പിലും വറുത്തതും ഒരു പയറുകറി വേണം. കുഴപ്പമില്ല ചോറായാൽ മതി എന്നാണ്. മാങ്ങച്ചാറൊക്കെ കൂട്ടി അവൾക്ക് ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ എൻ്റെ ഒരു സന്തോഷം എന്താ വെച്ചാൽ എൻ്റെ മക്കൾക്ക് എൻ്റെ കൈ എത്ര 10,000 രൂപ കൊടുത്ത് നമ്മൾ മേടിച്ചു കൊടുത്താലും കിട്ടാത്തൊരു സന്തോഷമാണ്. നമ്മുടെ കൈയോട് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സന്തോഷം. അപ്പം എന്നോട് കുഞ്ഞാണ് ഞാൻ ബേക്കറിയിലെത്തി കുഞ്ഞ് എന്താ മേടിച്ചപ്പോൾ കുഞ്ഞാണ് അമ്മ ബേക്കറി മേടിക്കണ്ട, അമ്മ വേറെ എന്തെങ്കിലും മേടിക്കും. അപ്പം ഞാൻ നട്ട്സ് മേടിച്ച് കൊടുത്തിട്ടാന്ന് വെച്ചാൽ അവർ 2 ആളുള്ളൂ. എത്ര ബേക്കറി എടുത്തിട്ട് ഇപ്പം പൊന്നിനോട് തന്നെ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്കറിയാം. എന്ന് വെച്ചാൽ നമ്മളോട് അങ്ങനെ അധികം മധുരം കഴിക്കണമെന്നില്ല. അച്ഛനും ഓൾറെഡി മധുരത്തോട് അത്ര പ്രിയവും ഇല്ല. അപ്പോൾ പൊന്നും എന്തൊക്കെയോ ബേക്കറി സാധനം ഞാൻ അങ്ങനെ മേടിച്ചു. അപ്പോൾ പൊന്നോട് ഞാൻ മേടിക്കുമ്പോൾ എന്നോട് കുഞ്ഞമ്മ മതി അധികം കാശം കാണാനുണ്ട്. അപ്പം ഞാൻ മേടിക്കട്ടെ പറഞ്ഞു. ഞാൻ വരുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സാധനം എൻ്റെ അമ്മ ഉണ്ടാക്കിയത്. അത് വേറെ ഒന്നുമാണ് ഞാൻ പറയാതെ അമ്മയ്ക്ക് ഉണ്ടാക്കിയത്. അമ്മയ്ക്ക് ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അമ്മയോട് പറ്റണ പോലെ അമ്മ പൊള്ളിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയോ അങ്ങനെയൊക്കെ വരും ലീസ്റ്റ് വരും. നമ്മളോട് പറ്റാവുന്നത് നമ്മള് ഇപ്പൊ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. 2 കുഞ്ഞുവാവേനെ കൂടി ഞങ്ങൾ സ്വീകരിക്കാൻ മനസ്സുകൊണ്ടും
ഞങ്ങളുടെ വീടും ഒക്കെ തയ്യാറായി കഴിഞ്ഞു അല്ലേ. നമ്മുടെ മനസ്സും നമ്മുടെ വീടും നിങ്ങളിപ്പോ പറഞ്ഞിട്ട് ഫാമിലി വലുതാവുന്നത് വീട് ചെറുതായി വരികയാണ്. നമുക്ക് വലിയ റൂം കൂടെയൊക്കെ പോകണമെങ്കിൽ എല്ലാവരും നിൽക്കണം. വീട് വളരെ ചെറിയ വീടല്ലേ. അപ്പൊ ഞാൻ ഉള്ള വീട്ടിൽ എന്തായാലും നമ്മൾ സ്നേഹത്തോടെ ഉള്ളതുകൊണ്ടാണെന്ന് പറയണ പോലെ നമ്മൾ രണ്ട് കുഞ്ഞുമാവേനെ കൂടി എന്താ പറയുക ഒരാഴ്ചത്തെ വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ നമ്മൾ രണ്ടും ഉണ്ടോളും തമ്മില്. ഞാൻ പറഞ്ഞ 2 ബാഗ് ഞാൻ പാക്ക് ചെയ്തേക്കും. ഒരാൾ ഡെലിവറി കഴിഞ്ഞു, ഒരാൾ ഡെലിവറിക്ക് പോകും. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഹാപ്പി വെച്ചാൽ ഡിസംബർ മാസത്തില് നമ്മൾ ഒരു ഉണ്ണിയേശു പോലെ 2 വാവേനെ സ്വീകരിക്കാൻ മനസ്സും ശരീരവും ഒക്കെ സെറ്റായിട്ട് നമ്മൾ ഇരിക്കുന്നുണ്ട്. ഈ സന്തോഷം എങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടത് എനിക്ക് അറിയില്ല കേട്ടോ. രണ്ടാളും കുഞ്ഞിൻ്റെയും ഈ ഒരു സമയം ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. കുഞ്ഞിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊരു നമുക്ക് അസുഖഘട്ടങ്ങൾ അല്ലെങ്കിൽ ഗർഭം ഒരു അസുഖമല്ല, അത് നല്ലൊരു കാര്യം. അത് നല്ല ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളും നല്ല നിമിഷങ്ങളും നമുക്ക് വേണം. അപ്പോൾ അത് നിങ്ങൾ എൻജോയ് ചെയ്യുക. ആ ഗർഭകാലഘട്ടം നിങ്ങൾ എൻജോയ് ചെയ്യുക. ഒരു ചെറിയ നമ്മുടെ ഭർത്താവ് ഒരു മസാല ദോശയാണ് മേടിച്ചോണ്ട് അത് നമ്മൾ ഹാപ്പി ആയിട്ട് അത് ഗർഭകാലഘട്ടത്തിൽ മാത്രം കിട്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ എൻജോയ് ചെയ്ത് എന്താ പറയാ പറയാൻ വാക്കുകളില്ല. അത്രയും ഹാപ്പിയാണ് ഞങ്ങളിപ്പോ. ഒന്നോളം സാധനങ്ങൾ മേടിച്ചു കൊടുത്താലും മസാല ദോശ മേടിച്ചു കൊടുത്തില്ലെങ്കിൽ ദയവായി കുത്തുവാക്ക് കേൾക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ കാണുന്നവരെ ഗർഭിണികളെ എന്റെ അവസ്ഥ വരരുത്. എന്താ പറഞ്ഞെങ്കിൽ അപ്പ മേടിച്ചു കൊടുത്തോളേട്ടാ. എന്താ ഏത് പാതിരാത്രി ആയാലും വേണ്ടില്ല, എവിടെ പോകുമ്പോഴും വളരെ ശ്രദ്ധിച്ചു പോവുക. പറഞ്ഞിട്ട് ഇതേമാതിരി കുത്തുവാക്ക് കേൾക്കാൻ സന്തോഷം കൊണ്ടുള്ള നാടൻ ഇലയില് മസാല ദോശ പൊതിഞ്ഞ് കഴിക്കണം എന്റെ ആഗ്രഹം. ഞാൻ എന്തായാലും അടുത്ത പ്രഗ്നൻസി ചെയ്ത് നോക്കാം. മേടിച്ചോ ഹോട്ടലിൽ ഇപ്പൊ അങ്ങനെ ഇലയില ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ 2 കുഞ്ഞുമാവകളെ സ്വീകരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും അനുഗ്രഹവും വേണം. ഓക്കെ, അപ്പൊ പോട്ടെ. വീണ്ടും കാണും വരെ ഇതിന് നെഗറ്റീവ് ഉണ്ടാവും, ഒരുപാട് പോസിറ്റീവ് ഉണ്ടാവും. അപ്പൊ എല്ലാം നമ്മൾ സ്വീകരിക്കുന്നതാണ്. ബൈ.